Excel Malayalam സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ സെല്ലിനെ ഒരു ടെക്സ്റ്റ് ബോക്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത്തരമൊരു ടെക്സ്റ്റ് ബോക്സുമായിട്ട് ഒരു സെല്ലിനെ ലിങ്ക് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് ഇതാണ്. ഈ ടെക്സ്റ്റ് ബോക്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സെല്ലിലെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ ടെക്സ്റ്റ് ബോക്സ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബോക്സിനെ ഈ വർക്ക്ഷീറ്റിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് പൊസിഷനിൽ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. സോ ഇത്തരമൊരു ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ വർക്ക്ഷീറ്റിലേക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് നോക്കുക, കഴ്സറിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയത് കാണാം. ഇനി ടെക്സ്റ്റ് ബോക്സ് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നോക്കുക, ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ ടെക്സ്റ്റ് ബോക്സിനെ ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട്, ഉദാഹരണത്തിന് B2 എന്ന സെല്ലുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ B2 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ. ഇനി ഈ സെല്ലിൽ ഞാനൊരു വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ ആ വാല്യൂ ടെക്സ്റ്റ് ബോക്സിൽ വന്നാൽ കാണാം. ഇനി ടെക്സ്റ്റ് ബോക്സിലെ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇൻക്രീസ് ഫോണ്ട് സൈസ്. ബോൾഡ് ഫോർമാറ്റിന് വേണ്ടി ബോൾഡ്, ഇറ്റാലിക്. ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഫോണ്ട് കളർ, ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഫോണ്ട് കളർ സെലക്ട് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫിൽ കളർ. ഇനി ഈ ടെക്സ്റ്റിനെ മിഡിലേക്ക് അലൈൻ ചെയ്യണമെങ്കിൽ മിഡിൽ അലൈൻ, സെൻറ്റർ. അതുപോലെ തന്നെ ഈ കാണുന്ന കൺട്രോൾ ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടെക്സ്റ്റ് ബോക്സിനെ റീസൈസ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ എക്സലിലെ ഷേപ്പ് ഒബ്ജക്ട്സുമായിട്ടും സെല്ലുകളെ നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. സോ പുതിയൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ഇല്ലസ്ട്രേഷൻസ്, ഷേപ്സ്. ഈ കാണുന്ന ഷേപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി ഈ ഷേപ്പുമായിട്ട് ഈ സെല്ലിനെ ലിങ്ക് ചെയ്യാനായിട്ട് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമുല ബാറിൽ ഈക്വൽ B2 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. എൻ്റർ. ടെക്സ്റ്റിനെ മിഡിലേക്ക് അലൈൻ ചെയ്യാൻ മിഡിൽ അലൈൻ. സെല്ലുകളെ ടെക്സ്റ്റ് ബോക്സുമായിട്ടും ഷേപ്പ് ഒബ്ജക്റ്റുമായിട്ടും ലിങ്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓരോ പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.